श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ. ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സുമുന്നതനായോരതികായ വീരൻ. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിനൊരും വെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കരിപുക്കളെ കൊന്നുവരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരും പടയുണ്ടതും കൊണ്ടു പോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുംപടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൺവരും ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവൂക്കോടടുത്തു കപിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുംപടവൻ കടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ. സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും കരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരെ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബല. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ട തിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. ഉന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയമപുരത്താക്കിന. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു. മൂവരോടും പൊരുതീടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കുന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നീടിനാൻ.
വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും ഉന്മത്തനും മരിച്ച കപിസത്തമന്മാരോടെതിർത്തതി സത്വരം. വിശ്വൈകവീരൻ അതികായൻ അന്നേരം അശ്വങ്ങളായിരം കൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥമുദ്ധത ചിത്തനായി. യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരതികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധം തക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീഴുപോ. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റ ബന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിങ്ങിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും ഒന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണം കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരതികായ മസ്തകമാമോദമുൾക്കൊണ്ടെടുത്തു കപികുലം. രാമാന്തികേ വച്ചു കൈതൊഴുതീടിനാർ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ആ വിധിയെന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേരും പടനായകന്മാരും മന്ത്രികളും മരിച്ചീടിനാരേറ്റവരെന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം. ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം.
ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ. പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം വരുഷിക്കുന്നതു പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പൊക്കവർക്കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻകരാമർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിനാർ. 50 ബാണം വിവിധരേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതൗവണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും. 20 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പനസനും 7 വിനതനീരാറു സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറു മുരമ്പതും കൂടെ വന്നേറ്റിതു. 10 ശതബലിക്കൊൻപത് ധൂമ്രനും 10 മുരട്ടു പ്രമാധിക്കുമേറ്റിതു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു ദധിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും. ദുർമുഖനേറ്റിതിരുപത്തിനാല് അമ്പു സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെൺപത് അഗ്നിവദനനും. അംഗതൻ മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതുമിതിങ്ങു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ ഋഷാരാഘവന്മാരെയും എയ്തു വീഴ്ത്തിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും. കൗണവാധീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ ലേഖസമൂഹവും മാർഗികദാശയ. ഔഷധാഹരണ യാത്ര. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നരായിക വേണമെന്നോർത്തവരും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ
ചാകാതവരിതിലാരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം കൊണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും. പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനറുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനടോ, സത്യമതേ പുനരെന്നതോ കേട്ടവൻ. ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ, എങ്കടോ വാദാത്മജനേ വാത്സല്യമുണ്ടായത്? രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാൽ. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിന്നൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചീല എന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിന. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയേ. പോകവേണം നീ ഹിമവാനയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങളറിക നീ. നാലുണ്ടു ദിവ്യൌഷധങ്ങൾ, അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ, പിൻപു സന്ധാനകരണി, മൂന്നാമതും നല്ല സുവർണകരണി, നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും, വേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നറാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ.
യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നവരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം. മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുൻപേ ലഘുതരമിങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാൻ അത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിരാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിങ്ങടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞാ സർവജ്ഞാ ലങ്കേശ്വര സമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിനിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനക്കണക്കേ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും
പ്രത്യുഷസ്യുത്ഥായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു. സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യങ് മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാ ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കുമാത്മാവിനെയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകുമീശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നുടെ ആത്മാവിനെത്താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശ്രയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമേയോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പവനേ ഭക്തിപരവശേ നിത്യം സഗുണനാ ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃൽപത്മകർണികാമധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ഛിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനം ഐരാവതീ തുല്യപീതാംബരധരം ഹരകിരീടകേയൂരാംഗദാംഗുലിയോരു രത്നാഞ്ഛിത കുണ്ടലനൂപുര ചാരുകടകകടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം
സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കേ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളോരു കൽമഷമൊക്കെ നശിച്ചു പോം നിഷ്ഠയും വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പദം നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചേടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിങ്ങൊരും വെട്ടു ചൊല്ലിയിടിനാൻ നിങ്ങ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമിടോ കാലനേമി ക്ഷണരാചരനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവമിതുകൊണ്ടു കിം ഫലം നിങ്ങളുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ അതെന്നുടെ സദ്ഗതിക്കുന്നു ധരിക്കതീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിരാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെയൊരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൗഷധം നിൽക്കും അത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൻ യുദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമമശ്രമം രംഭാപനസഖർജൂരകേരാംനാദി സമ്പൂർണമത്യക്ഷതോയവാപീയുതം കാലനേമിത്രിയാമാചരണം തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമം ആരനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിങ്ങു പോകുന്നു തപോനിധേ
ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം കുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യേണമെങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ യുദ്ധമാകർണ്യ ചൊന്നാൻ കപിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുതുമേ ദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്തു എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയുമുന്നതനായ മഹാകവിവീരനെ തിന്നു കളവാനൊരും വെട്ട നേരത്തു കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ തദത്യദ്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവര മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാനീതി മേ നാമം മഹാമതേ മാന്യനാ നീനിയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കത്തെ പോയാളി വണ്ണം പറഞ്ഞവൾ
മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ ചെന്നാൻ അവനോടു ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നു പൊക്കിടിനാൻ ധർമ്മരാജാലയം. ദിവ്യ ഔഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസാമൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ഛേടാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം കൊണ്ടലേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നിരുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാനരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഓം ശ്രീരാമചന്ദ്രായ ഓം ശ്രീരാമചന്ദ്രായ ഓം ശ്രീരാമചന്ദ്രായ